ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ ഇവരെല്ലാവരും സ്നേഹിച്ച് നമ്മൾ ജീവിക്കുന്നു. അവരും അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും തിരിച്ച് നമ്മളെ സ്നേഹിച്ച് സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ സാധാരണ ഒരു പ്രോസസ്സ് അതാണ്, ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രോസസ്സ് എന്ന് പറയുന്നതാണ്. സാധാരണ ഇതുപോലെ ഒരു കുടുംബമായിട്ട് ജീവിച്ചു പോകുന്നു. പെട്ടെന്ന് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മരണ വാർത്ത വല്ലാത്തൊരു വിഷമം തന്നെയാണ്. എല്ലാവരിലും ഒരു വിഷമം ഉണ്ടാക്കും. നമ്മളെ ഭാര്യയ്ക്കായാലും നമ്മളെ മക്കൾക്കായാലും അച്ഛനായാലും അമ്മയ്ക്കായാലും സുഹൃത്തുക്കൾക്കൊക്കെ നമ്മളെ മരണ വാർത്ത വിഷമമായിരിക്കുള്ളൂ. നമ്മളെ മരണ വാർത്ത അറിയിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സ് നമ്മളെ കവലയിൽ വെക്കും. അങ്ങനെ നമ്മളെ ദഹിപ്പിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ലയിച്ച് നമ്മില്ലാതാവും. ആ കവലയിൽ കെട്ടിയിരുന്ന ആ ഫ്ലെക്സും അവിടെ കിടന്ന് നിലത്ത് വീണതും ചീത്തായി പോവും. അപ്പോൾ നമ്മൾ സ്നേഹിച്ചവർക്ക് എല്ലാവർക്കും നമ്മളെ മരണ വാർത്ത വിഷമമാണെങ്കിലും പയ്യനെ എല്ലാവരും നമ്മളെ ഓർമ്മകളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് നമ്മളെ മരണപ്പെട്ടു പോയി, അയാൾ ഈ ഭൂമിയിൽ നിന്ന് പോയി എന്നുള്ള തിരിച്ചറിവ് മനസ്സിലായിക്കൊണ്ട് എല്ലാവരും ജീവിതം ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരു ഫോട്ടോയായിട്ട് നമ്മളെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭിത്തിയിൽ ആണിയിൽ അടിച്ച് അവിടെ നമ്മൾ കിടക്കും. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നുള്ളതും ജീവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർ ഇടയ്ക്ക് മാത്രം ഓർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. നമ്മളില്ലാതായി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത്രേ ഉള്ളൂ ജീവിതം. മാക്സിമം അത്ര ഒരു പറഞ്ഞതുള്ളൂ. ഇത്രയും ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ അലിഞ്ഞില്ലാതായി പോകുന്ന ഒരു നിമിഷത്തോടെ ഒരാൾ ജീവിതം കഴിഞ്ഞു. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്നേഹിച്ച ആൾക്കാർ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളൊപ്പം ചെയ്തയിൽ ചാടി മരിക്കില്ല. അവരെല്ലാവരും അവരുടേതായിട്ടുള്ള വീണ്ടും ജീവിതം സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ ഇയാളില്ലാതായി എന്നുള്ള തിരിച്ചറിവോടെ ജീവിതം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് ജീവിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ഓക്കെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നല്ല വരട്ടെ.